ആ മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല സാറേ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ പൈസയും കൂടി പിടിച്ചു വെച്ചേക്കണേണ്. എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എറണാകുളം പുതുവൈപ്പിലെ സുലോചനയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. സുലോചന ക്യാൻസർ രോഗിയാണ്. ഈ മാസം 12-ാം തീയതി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ ക്ഷേമ പെൻഷൻ ഇനത്തിൽ കിട്ടിയ 18,000 രൂപ മാലിപ്പുറത്തെ യൂണിയൻ ബാങ്ക് ബ്രാഞ്ച് പിടിച്ചു വച്ചതുകൊണ്ട് സുലോചനയ്ക്ക് ചികിത്സയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ല. സുലോചനയുടെ മകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അത് കുടുംബശ്രീ ലോൺ എടുത്തിരുന്നു. അപ്പം അമ്മയ്ക്കിപ്പം വയ്യാത്തത് കൊണ്ടിട്ട് അടക്കാൻ പറ്റിയില്ല. ഗഡുക്കളും 10-12 തവണയായിട്ട് മുടക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയതിനാൽ കുടുംബശ്രീ ലോൺ മുടങ്ങി. ഞാൻ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ എടുക്കാൻ ചെന്ന സമയത്ത് ലോൺ ഫ്രീസിങ് ആയിരിക്കണേണ്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ബാങ്കിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കുടുംബശ്രീ ലോണിലാണ് 7,900 രൂപ പിടിച്ചേക്കണത്. ബാക്കിയുള്ള പൈസ തരണമെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ ഞാൻ ബാങ്കിൽ നടന്ന് 26-ാം തീയതിയാണ് വിളിച്ചിട്ട് പറയണത് 10,000 രൂപയോളം തരാം, ബാക്കി കുടിശ്ശിക പിടിച്ച പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ MLA ചെന്ന് കണ്ട് MLA ബാങ്കിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഇതായിട്ടുള്ള സമീപനമാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, ആങ്ങളമാരും ഇല്ല, അച്ഛനും ഇല്ല, ആരുമില്ല. ഈ അമ്മേനെ നോക്കാനാണെങ്കിലും വേറെ ആരുമില്ല. എല്ലാവരുടെയും ഈ സംഘടനയുടെ സഹായവും മറ്റുള്ള ആളുകളുടെ സഹായം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണത്. സുലോചനാമ്മ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താ പറയാൻ പറ്റുന്നത്? സുലോചനാമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയല്ലേ? ആ മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ല സാറേ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ പൈസയും കൂടി പിടിച്ചു വെച്ചേക്കണേണ്. എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ഈ 30-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞേക്കണേണ്. വെള്ളിയാഴ്ച ചെയ്യാൻ പറഞ്ഞു. പതിയെ തവണകളായിട്ടായാലും ഈ കുടിശ്ശിക അടച്ചു തീർക്കാന്ന് പറഞ്ഞിരുന്നോ? അതങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നു വെച്ചത്. പിന്നെ എനിക്ക് ഹാർട്ടിൻ്റെ വാൽവിന് കംപ്ലൈൻ്റ് ഉണ്ട്, കിഡ്നിയുടെ മൂത്രത്തിൽ കല്ലുണ്ട്, എല്ലാ അസുഖവും ഉണ്ട് എനിക്ക്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. ഇന്നും എനിക്ക് കഷ്ടപ്പാട് കൊണ്ടാണ്, ഈ വെള്ളത്തിലാണ് ഞാൻ കിടക്കുന്നത്. എല്ലാം കൊണ്ടും കഷ്ടപ്പാടാണ്. ഞാനതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് എങ്ങോട്ടും പോകാനും പിടിക്കാനും ഒന്നും നിവൃത്തിയില്ല. ഈ കുടിശ്ശിക വന്ന പൈസ തവണകളായി അടയ്ക്കാന്ന് പറഞ്ഞിട്ടും ബാങ്ക് കേട്ടില്ല. ഇല്ല, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങോട്ട് അവളാണ് പോണത്. അത് പറയുമ്പോൾ ബാങ്ക് എന്താണ് പറയുന്നത്? ഫെബ്രുവരി 12-ാം തീയതി ഇവിടെ കുടുംബശ്രീയിലെ സാറ് വന്നിരുന്നു. അങ്ങനെ പറഞ്ഞ് 1000 രൂപ അടക്കാൻ പറഞ്ഞ് 1000 രൂപ അടച്ച് പിന്നത്തെ മാസം തുടങ്ങി 2000 രൂപ വെച്ച് നിങ്ങൾ അടക്കണമെന്ന് പറഞ്ഞ് അത് അടക്കാന്നുള്ള ഇത് പറഞ്ഞതിന് ശേഷമാണ് ബാങ്ക് ഫ്രീസ് ചെയ്തത് ലോൺ. വീണ്ടും ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ലോൺ ഫ്രീസ് ചെയ്യരുത്, എനിക്ക് പൈസ എടുക്കാൻ നമുക്ക് മരുന്നിന് വാങ്ങിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ ഇതായിട്ട് നിങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾ വേറെ അക്കൗണ്ട് ചേർന്നോ, ഇനി ഈ പൈസ തിരിച്ച് കിട്ടൂല, ഞങ്ങൾ ബാങ്കിലെ ജോലിക്കാരാണ്. അങ്ങനെയുള്ളതാണ് കുടുംബശ്രീയിലെ സാറ് സംസാരിച്ചത്. ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ 18,000 രൂപയിൽ എന്തൊക്കെ പെൻഷൻ തുകകളുണ്ട്? വിധവ പെൻഷനും ഉണ്ട്, ക്ഷേമ പെൻഷനും ഉണ്ട്, മറ്റേതുകൊണ്ട്. ഇത് MLA ഇടപെട്ടിട്ട് എന്താണ് പറയുന്നത്? MLA വേറെ ഒന്നും പറയും. MLA അടുത്ത് ചെന്ന് ഞാൻ അപേക്ഷ കൊടുത്തപ്പോഴും MLA അപേക്ഷയും തിരിച്ചെനിക്ക് തന്ന് ബാങ്കിലേക്ക് വിളിച്ച് ചോദിച്ചിട്ടും പറഞ്ഞത് ബാങ്കിൽ പിടിച്ച പൈസയൊന്നും തിരിച്ചു തരാൻ പറ്റില്ല, ബാക്കിയുള്ള പൈസ നിങ്ങൾ വാങ്ങിച്ചിട്ട് പോകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വീട്ടിലെ സാഹചര്യം എന്താണ്? വീട്ടിൽ യാതൊരു നിവൃത്തിയുമില്ല. ഇപ്പോൾ ഒരു ടെസ്റ്റിന് തന്നെ 9,500 രൂപയൊക്കെയാണ് ഓരോ ടെസ്റ്റിന് വന്നേക്കണം. അതെല്ലാം ഞാൻ നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ടാണ് ചെയ്തിരുത്തിയേക്കണത്. അമ്മനെയൊക്കെ സ്കാനിങ് ആണെങ്കിലും മറ്റുള്ള ടെസ്റ്റുകൾക്കാണെങ്കിലും ഇപ്പോൾ വീണ്ടും ടെസ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ. അതുകൊണ്ടിട്ടാണ് ഞാൻ അവിടെ ബാങ്കിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ ഇതുവരെ ഒരു നടപടി ആക്കി തന്നില്ല. തിങ്കളാഴ്ച പോകണമെന്നുണ്ടെങ്കിൽ ഒരു ന്യായ പൈസ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഏത് സാഹചര്യത്തിലാണ് ഈ ലോൺ തുക കുടിശ്ശിക വന്നത്? നമുക്ക് വയ്യാതെ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഇത് വന്നത്. അതിക്ക് മുൻപെടുത്ത 2 ലോണുകളും മുടക്കില്ലാതെ തന്നെ ഞങ്ങൾ അടച്ചു പോയിരുന്നു. കൊറോണ ലോൺ വന്നിട്ട് ഫസ്റ്റിലെ ലിങ്കോജ് ലോൺ തന്നിട്ടും എല്ലാം അടച്ചു പോയിരുന്നു. ആ ഒരു ഇതിലാണ് ഇവർ വീണ്ടും ഞങ്ങൾക്ക് ലോൺ തന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ട് മാത്രം അടക്കാൻ പറ്റാതായി പോയില്ല. ഞങ്ങൾ അടക്കൂലെന്നാ ഒന്നും പറയണില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു പോയി, അപ്പോഴാണ് അടക്കാൻ പറ്റാതായത്. അതായത് നിങ്ങളുടെ ആവശ്യം ഇപ്പോഴുള്ള ഈ 18,000 രൂപ വിട്ടു തരണം, ഈ കുടിശ്ശിക വന്ന തുക പതിയെ അടച്ചോളാം എന്നത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അത് ഞങ്ങൾ അടച്ചോളാം. ഇപ്പം അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നാലും ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടാണെങ്കിലും ഞാൻ ആ പൈസ അടച്ച് തീർത്തോളാം. നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തത് കൊടുക്കില്ല എന്ന് പറയണില്ല. സുലോചനാമ്മയുടെ ആരോഗ്യാവസ്ഥ മോശമാണ്. അടിയന്തരമായി ചികിത്സ നൽകേണ്ടതുണ്ട്. എന്ത് ലോൺ കുടിശ്ശികയുടെ പേരിലായാലും ക്ഷേമ പെൻഷനും അതുപോലെ വിധവാ പെൻഷനും ഉൾപ്പെടെയുള്ള തുകകൾ പിടിച്ചുവെക്കുക എന്നത് നിയമവിരുദ്ധമാണ്. അത് ഇത്രയും ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലുള്ള ഒരാളുടെ ജീവിതത്തിലാകുമ്പോൾ വളരെ മനുഷ്യത്വ വിരുദ്ധവുമാണ്. അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ബാങ്ക് അധികാരികൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.